ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സ്ട്രൈക്കറായ ഇഗോർ തിയാഗോ നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രെൻഫോർഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം 24 വയസ്സ് മാത്രമുള്ള സ്ട്രൈക്കറാണ് ഇദ്ദേഹം. പ്രീമിയർ ലീഗിൽ 16 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ ഇഗോർ തിയാഗോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒരാൾ അത് ഇഗോർ തിയാഗോ തന്നെയാണ്. നമുക്കറിയാം, ബ്രസീലിയൻ ദേശീയ ടീമിന് ഇപ്പോൾ നല്ല ഒരു സ്ട്രൈക്കർ ഇല്ല. അതുകൊണ്ട് തന്നെ തിയാഗോയെ പരിഗണിക്കണമെന്നുള്ളത് ബ്രസീലിയൻ ആരാധകർ ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ഇതേക്കുറിച്ച് ഇഗോർ തിയാഗോ സംസാരിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി താൻ റെഡിയാണ്. ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇഗോർ തിയാഗോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിന് വേണ്ടിയുള്ള അന്തരീക്ഷം വളരെയധികം എക്സൈറ്റിംഗ് ആണ്. വേൾഡ് കപ്പിന്റെ ഭാഗമാവാൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് എപ്പോഴും എൻ്റെ ഒരു സ്വപ്നമാണ്. ആഞ്ചലോട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രസീലിയൻ ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് വലിയ ഒരു ആദരവും ബഹുമതിയായിരിക്കും. ബ്രസീലിയൻ ടീമിന് വേണ്ടി കളിക്കാൻ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഗോൾ അടിക്കുന്നതിൽ ഞാൻ മിടുക്കനാണ്. ദൈവത്തിന്റെ വിധിയുണ്ടെങ്കിൽ നമ്മൾ 6ാമത്തെ വേൾഡ് കപ്പ് കിരീടം ഇത്തവണ നേടിയിരിക്കും. ഇതാണ് ഇഗോർ തിയാഗോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കാൻ താൻ ഒരുക്കമാണ്. കാർലോ ആഞ്ചലോട്ടി തന്നെ പരിഗണിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സ്ട്രൈക്കർ ഉള്ളത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിന് നല്ല ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ ആവശ്യമാണ്. ഇഗോർ തിയാഗോയെ കൊണ്ടുവന്ന് പരീക്ഷിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ ഒരു ആഗ്രഹം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.